നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രസം ഉണ്ടാക്കാം. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ മതി. കണ്ടില്ലേ, കുറച്ച് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി മല്ലിയിലയും കരിയാപ്പിലയും ചെറിയ ഉള്ളിയും ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയ ഇതാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. കുറച്ച് ജീരകത്തിൻ്റെ എല്ലാം കുറച്ച് കുരുമുളക്, മല്ലി, മുളക്, മഞ്ഞൾ, ഉപ്പ്. നമുക്ക് തക്കാളി നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ അധികം വളരെ കുറച്ച് സാധനമുള്ളൂ. കുറച്ച് 2-3 തക്കാളി വേണ്ട. നിങ്ങൾക്ക് എത്രയാണ് അതൊന്ന് താല്പര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്രയും നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ വളരെ ചെറിയ ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു സാധനമാണ് രസം. പൊതുവേ ഈ സാധനം നമ്മുടെ സദ്യയുടെ കൂടെയും ചോറിൻ്റെ കൂടെ മാത്രം നമ്മൾ ഉപയോഗിക്കുന്നതാണ് രസവട. അങ്ങനെയുള്ള സാധനങ്ങളുണ്ട്. ഇതിനൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ രസം തമിഴ്നാട്, ആന്ധ്ര, കർണാടക അവിടെ ഒക്കെയാണ് വളരെ, ഒറീസയിലും ഈ പറഞ്ഞ മഹാരാഷ്ട്രയിലൊക്കെ ഉണ്ട്. രസത്തിന് പ്രത്യേകതര ഒരു ടേസ്റ്റാണ്. അതായത് അത് രസം കുടിച്ചു കഴിഞ്ഞപ്പം നമുക്ക് ഈ ഒരു സദ്യയിൽ തന്നെ നമ്മൾ ഈ രസം ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ അപ്പം തന്നെ നമുക്ക് ഒരു ഡൈജസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ദഹനം നല്ല രീതിയിലുണ്ടാകും. അതിനകത്തുള്ള ചേരുവകളൊക്കെ അങ്ങനെയാണ്. വളരെ സിമ്പിളായിട്ട് ഞാൻ ചെറിയ കഷ്ണം ഒരു ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം പൊതുവേ നമ്മൾ വളരെ പെട്ടെന്ന് ചെയ്യാം. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. എന്നാൽ വളരെ രുചികരവുമാണ്. അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളിത് ചെയ്തു നോക്കണം. വളരെ സിമ്പിളായിട്ട് നടത്തുന്നതാണ്. പിന്നെ പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളത്, പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് നിങ്ങൾ അത് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലും എനിക്കത് മുന്നോട്ടൊരു ഇൻസ്പിറേഷൻ. നിങ്ങൾ ഡെഫിനറ്റ്ലി യു ക്യാൻ നിങ്ങൾ കമൻസ് ഇടണം. കമൻസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വളരെ എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇൻസ്പിറേഷൻ വരും. അതിനകത്ത് കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങൾ പറയുമ്പം നമുക്കൊരു ഇൻട്രസ്റ്റ് വരും. ഏത് കാര്യങ്ങളിലും അങ്ങനെയാണല്ലോ. അത് പൊതുവേ നമ്മൾ ഏത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിനകത്തുള്ളൊരു പ്രത്യേകമായിട്ട് നിങ്ങളുടെ ഒരു അഡ്വൈസും അതിൻ്റെ കുറവുകൾ നിങ്ങൾ പറഞ്ഞു തരുമ്പം എന്നെ സംബന്ധിച്ചോളം ഞാനൊക്കെ ഒരു തുടക്കക്കാരൻ ആയിരിക്കുന്നൊരു വ്യക്തിക്ക് അതൊരു വളരെ അനുഗ്രഹമായിരിക്കും. ഡെഫിനറ്റ്ലി നിങ്ങൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ പറയണം. ഓക്കെ, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുത്തിരിക്കുകയാണ്. കുറച്ച് മല്ലിയില. ഈ മല്ലിയില നമ്മൾ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ നേരെ മറിച്ച് നമ്മൾ കേരളത്തിലെ മല്ലിയില, ഇതൊരു മല്ലിയില വളരെ റെയറായിട്ട് കേരളത്തിൽ ഉപയോഗിക്കുന്നത് വളരെ കുറച്ചാണ്. നമ്മളിപ്പോൾ തമിഴ്നാട്ടിലോട്ടോ ആന്ധ്രയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ മല്ലിയില അവിടെ നിന്ന് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിനകത്ത് കുറച്ച് കടുകും ജീരകവും ഒക്കെ നമുക്ക് ആഡ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നമുക്ക് വളരെ പെട്ടെന്ന് കുറച്ച് വത്തൽമുളക്, ഉണക്കമുളക് ഇടാം നമുക്ക് അതിനകത്ത്. പെട്ടെന്ന് ഇതിനകത്ത് തന്നെ നമുക്കിതെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമുക്കൊരു 10 to 15 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് രസം റെഡിയാകും. അതിന് ഈസി ആയിട്ട് നമുക്ക് അത് ചെയ്തെടുക്കാൻ പറ്റും. ഇത് പെട്ടെന്ന് ഒത്തിരി ടൈം എടുത്തോ അല്ലെങ്കിൽ അതിൻ്റെ മേക്കിങ് അത്ര സമയമൊന്നും വേണ്ട നമുക്കിത് ചെയ്യാൻ. ഉറപ്പായിട്ട് നിങ്ങളിത് ചെയ്ത് നോക്കണം. നമുക്കത് ചില ദിവസങ്ങൾ അല്ലെങ്കിൽ നമ്മളൊരു ആഴ്ചയിൽ ഒരു ദിവസം ചെയ്ത് നോക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ നമുക്കറിയാവുന്ന പല കറികളും നമ്മളറിയുന്നത് നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ ട്രൈ ചെയ്യണം ഇടയ്ക്ക് സമയങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ. നമുക്ക് വളരെ നല്ലതാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്കത് ഈവൻ നമ്മുടെ ശരീരത്തിനും നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളത് ട്രൈ ചെയ്യണം. അതിന് കുറച്ച് ഉപ്പിടാം. അപ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടും. ആവശ്യത്തിനുള്ള ഉപ്പിടാം. പെട്ടെന്ന് തന്നെ ആകുന്നതാണ് രസം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ മണമൊക്കെ ഇങ്ങനെ നല്ല വരാൻ തുടങ്ങും. ഒരു പ്രത്യേക തരത്തിലുള്ളൊരു സ്മെല്ല് നമുക്കതായിരിക്കും പറ്റും. അത് മല്ലിയിലയുടെ സ്മെല്ലൊക്കെ നല്ല ടേസ്റ്റായിട്ട് നമുക്കത് അതിൻ്റെ മണം വരും. ഒരു കറി ഇപ്പം നമ്മൾ ഉണ്ടാക്കും, അതിൻ്റെ മണം കിട്ടുമ്പോഴാണ് നമുക്ക് ഇത് രസമാണെന്ന് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്ത് നമ്മൾ കഴിക്കുമ്പോൾ വളരെ ഇതാണ്. ഇപ്പം ഞാൻ വളരെ സിമ്പിളായിട്ടുള്ള സാധനങ്ങൾ മാത്രം മതി. ഒത്തിരി ആൾക്കാർ പല രീതിയിൽ പല കാര്യങ്ങൾ അതിനകത്ത് ആഡ് ചെയ്യാറുണ്ട്.
ഇഷ്ടംപോലെ പല 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 സാധനങ്ങൾ ഈവൻ നമ്മൾ ഇപ്പോൾ കായമാണെങ്കിലും കായം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, അതൊക്കെ കൂടി കണ്ടമാനം ഉപയോഗിക്കുന്നുണ്ട്. രസം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യണം. ഒരു തക്കാളി രസം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ കുറച്ച് സാധനങ്ങൾ, അതായത് നമ്മുടെ വീട്ടിൽ എപ്പോഴും എല്ലാ വീടുകളിലും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളുള്ള ഒരിതാണ് നമുക്കുള്ളത്. ഈവൻ നമുക്ക് കുറച്ച് ചില്ലി പൗഡർ ഇടാം, കുറച്ച് മല്ലി, മഞ്ഞൾപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുരുമുളക്, ജീരകം, ചെറുതെല്ലാം ചെറിയതായിട്ട് ഇടാൻ പറ്റുള്ളൂ കേട്ടോ. എല്ലാം കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് കായം, ഇതെല്ലാം നമ്മൾ ചെറുതായിട്ട് ആഡ് ചെയ്തിട്ട് ഒത്തിരി ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചെയ്യേണ്ട, വളരെ കുറച്ച് നമ്മൾ ആഡ് ചെയ്താൽ മതി. ഓക്കെ, പൊടികളിലൊക്കെ ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് കുറച്ചും കൂടെ ഒരു മല്ലിച്ചപ്പും കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പം നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ലതായിട്ട് സ്മെല്ല് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് പുളി പിഴിഞ്ഞൊഴിക്കണം. പുളിയാണ് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പുളി അത് വളരെ ഇതാണ്. അപ്പോൾ ഈ രസത്തിനകത്ത് നമ്മളിപ്പോൾ അത്യാവശ്യം പുളി നമ്മളിതിനകത്തോട്ട് ആഡ് ചെയ്യാണ്. ഓക്കെ, പുളി ആഡ് ചെയ്ത് കഴിഞ്ഞു ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഇനി ഇതൊന്ന് നല്ലതായിട്ട് തിളച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ രസം റെഡിയായി. വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. നോക്കൂ, നല്ലതായിട്ട് നല്ല മണം വരുന്നുണ്ട്. നമ്മുടെ രസം തയ്യാറായി. നോക്കൂ, രസം നല്ല ഒരു രസം തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.